Hello everyone, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത്, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ചും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിനായിട്ട് 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ ഒരു മീഡിയം ചെറിയ പീസസ് ആയിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നോർമൽ ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അങ്ങനെ എരിവ് കൂടുതലായിട്ട് ആവശ്യമില്ല. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകം പൊടിച്ചതാണ്. 1.5 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈര്, ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര്, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ചീസും അതൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ഉപ്പ് ബാലൻസ് ആയിക്കോളും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഓപ്ഷനിലാണ് കേട്ടോ, നമ്മുടെ ചിക്കൻ ക്യൂബാണ്. അത് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതില്ലെങ്കിൽ ഒട്ടും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിലും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈ വെച്ചിട്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമില്ല, ഒരു ഷാലോ ഫ്രൈൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മൂടി വെച്ചാലേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു സോസ് റെഡിയാക്കണം. നമ്മുടെ പാസ്തയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ ഒരു വൈറ്റ് സോസ്, ആ രീതിയിലുള്ളൊരു സോസ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഈ ഒരു മൈദ അത്യാവശ്യം നന്നായി മൂത്തിട്ടൊരു പ്രത്യേക മണം വരും. അപ്പോൾ ആ സമയം വരെ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പാൽ ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടിയും കട്ടയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും പാൽ ആഡ് ചെയ്യേണ്ടി വരും. കണ്ടോ, ഇപ്പോൾ കുറച്ചൊരു കട്ടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടി കുറുക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, കാരണം ഇത് പുറത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. പുറത്ത് വയ്ക്കുമ്പോൾ അത് ചൂടാറിക്കഴിഞ്ഞാൽ ആ നോർമൽ ഒരു തിക്നെസ്സിൽ വരും. ഇനി അതിലേക്ക് ആ സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ. ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ആ പ്രത്യേക ഫ്ലേവർ വരണമെങ്കിൽ ഈ ഒരു സാധനം ചേർക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ, നല്ല എന്താ പറയുക, എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ആവശ്യം. ഇനി നമുക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോസ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ചിക്കൻ ഉണ്ടാക്കി കഴിച്ചതെന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ബ്രെഡിൻ്റെ കൂടിയും ഇത് അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. മൊസറല്ല ചീസ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മൊസറല്ല ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി ആ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് നല്ല ഭംഗിയിലിരിക്കുന്നില്ലേ നമ്മുടെ ടർക്കിഷ് ചിക്കൻ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടർക്കിഷ് ചിക്കൻ ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്.
റൈസിനെക്കാട്ടിലും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും കൂടെയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. അതുപോലെ പൊറാട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വീക്കെൻഡ്സൊക്കെ വരികയാണെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.